1997 റിലീസായ ഒരു ചിത്രമാണ് ഭൂതക്കണ്ണാടി. ലോഹിതദാസ് സാറിൻ്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ മൂവിയാണ് ഇത്. അദ്ദേഹത്തിന് അതിന് അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ മമ്മൂക്ക ആണ് ഇതിൽ ഹീറോ. വിദ്യാധരൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു വാച്ച് റിപ്പയറായിട്ട് ഇത്തിരി ഒന്ന് ഫാൻറ്റസി എല്ലാം കലർത്തി കാര്യങ്ങളെ കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് മമ്മൂക്ക ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേരും കൂടി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് മമ്മൂക്കയുടെ മകളായിട്ട് അഭിനയിച്ച രമ്യ എന്ന് പറയുന്ന കുട്ടിയും, അതുപോലെ തന്നെ ശ്രീലക്ഷ്മി ചേച്ചി ചെയ്ത ശ്രീലക്ഷ്മി ചേച്ചിയുടെ മകളായിട്ട് അഭിനയിച്ച സിന്ധു എന്ന് പറയുന്ന സിന്ധു ചേച്ചിയും. രണ്ടുപേരും എനിക്ക് ഏറ്റവും ക്ലോസ് ആണ്. രണ്ടുപേരും ഡാൻസേഴ്സ് കൂടിയാണ്. ആ ഒരു കണക്ഷൻ കൂടിയുണ്ട്. അതുപോലെ നമ്മുടെ കാവ്യ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു പാട്ട്, മാളച്ചേട്ടനും കാവ്യയും എല്ലാം ചേർന്നിട്ടൊരു പാട്ട്. ഈ ലോഹിയുടെ മനസ്സിൽ നല്ലൊരു സംവിധായകനുണ്ട് എന്നുള്ളത് സല്ലാപത്തിൻ്റെ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനു മുമ്പ് തന്നെ ലോഹിക്ക് ഒരു പടം സംവിധാനം ചെയ്താൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹം ലോഹി പലപ്പോഴും എൻ്റെ അടുത്ത് ഞങ്ങളുടെ യാത്രാവേളകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ശരി, നിങ്ങളൊരു പടം സംവിധാനം ചെയ്യണമെങ്കിൽ അത് ആദ്യത്തെ പടം കൃപ ഫിലിംസിൻ്റെ പടം തന്നെയായിരിക്കും, യാതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു സിനിമ സംവിധാനം ചെയ്യാം, അതിനുള്ളൊരു അവസരം ഈശ്വരൻ നമുക്ക് ഉണ്ടാക്കി തരും. അങ്ങനെ ഞങ്ങളൊരു ദിവസം മൂകാംബിയെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത്, അപ്പോൾ സല്ലാപം കഴിഞ്ഞിട്ടാണ്, സല്ലാപത്തിന് നല്ല പ്രോഫിറ്റ് കിട്ടിയ ഒരു ചിത്രമാണ്. അപ്പോൾ ഞാൻ ലോഹി എടുത്ത് പറഞ്ഞു, ലോഹി നമുക്കിപ്പം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്കത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഒരു സിനിമ നമുക്ക് എടുക്കാം. അങ്ങനെയാണ് ഞങ്ങൾ ഭൂതക്കണ്ണാടിയിലേക്ക് തിരിയുന്നത്. ഭൂതക്കണ്ണാടി എന്നുള്ള ചിത്രം ഒരു കമേഴ്ഷ്യലി വലിയൊരു സക്സസ് ഉണ്ടാകുന്ന ചിത്രമല്ല എന്നുള്ളത് എനിക്കറിയാം, ലോഹിക്കറിയാം, മമ്മൂട്ടിക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു നല്ല ചിത്രമായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു ധാരണയുണ്ടാകും. അങ്ങനെ മമ്മൂട്ടിക്ക് അത് കാശ് ചെയ്ത് മമ്മൂട്ടിക്ക് അത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ മമ്മൂട്ടിക്ക് അത് സമ്മതിച്ചു. അങ്ങനെയാണ് ഭൂതക്കണ്ണാടിയുടെ തുടക്കം. നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് തമിഴ്നിലെ ഒരു സുപ്രസിദ്ധ നടി സുകന്യയായിരുന്നു. അപ്പോൾ അങ്ങനെ സുകന്യ വന്നു. സുകന്യ 2 ദിവസം അഭിനയിക്കുകയും ചെയ്തു. സുകന്യ വന്ന് അഭിനയിച്ച്, അപ്പോൾ അന്നൊരു തറവാട്ടിൽ മമ്മൂട്ടിക്ക ജയിലിൽ പോയതിന് ശേഷമുള്ളൊരു സീനാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതായത് കംപ്ലീറ്റ് പൊടിയും മാറാലയൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു ഒരു 4 കെട്ട്. ആ 4 കെട്ടിൽ അതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് സുകന്യ ക്ലീൻ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ആദ്യം മോശമായുള്ള സെറ്റപ്പ് ഉണ്ടാക്കി അതെല്ലാം ക്ലീൻ ചെയ്യുന്നതൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം സുകന്യ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേർക്ക് അവർ അതിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചു. എന്നുവെച്ചാൽ അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ പല സീനുകളിലും മേൽമുണ്ടിടാൻ പറ്റില്ല. അത് ഒരു നാട്ടിൻപുറത്തെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞിട്ട് ഒരു ലുങ്കിയോ ഇല്ലെങ്കിൽ ഒരു മുണ്ടോ ഇല്ലെങ്കിൽ ഒരു ബ്ലൗസും മാത്രം, അപ്പോൾ മേൽമുണ്ടിടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ അത് ഇന്ന് വിസമ്മതിച്ചു പോവുകയും, അപ്പോൾ എൻ്റെ ഒരു ബന്ധു കൂടിയായ ശ്രീലക്ഷ്മി അതിലേക്ക് വരികയും ചെയ്തു. ശ്രീലക്ഷ്മി ആ കഥാപാത്രം വളരെ മനോഹരമായിട്ട് ചെയ്തു. ഭൂതക്കണ്ണാടിയിലുള്ള വിദ്യാധരൻ്റെ ഒരു മനസ്സിൽ എന്ത് ഭയമാണ്. അദ്ദേഹം എപ്പോഴും വളരെ തേച്ചു അലക്കിയ വൃത്തിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക, അങ്ങനെ. പക്ഷേ എങ്കിലും ഇപ്പോഴും ആ രാത്രിയിലേക്ക് ഇറങ്ങുമ്പോൾ കയ്യിൽ ടോർച്ച് വേണം. അദ്ദേഹത്തിന് പാമ്പുകളെ പേടിയാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോയത് തന്നെ പാമ്പിൻ്റെ ദംശമേറ്റാണ് മരിച്ചു പോയിരിക്കുന്നത്. ആ ഒരു കുട്ടിയുടെ ഒരു മരണം സംഭവിച്ചത് മുതൽ ഈ ഒരു ഭ്രാന്തിൻ്റെ അംശം വളരെ കൂടുതലായിട്ട് മാറുകയാണ് ചെയ്തത്. പിന്നെ അത് അബ്നോർമാലിറ്റിയിലേക്ക് പോവുകയും ആ അബ്നോർമാലിറ്റിയാണ് അദ്ദേഹത്തെ ഒരാളെ കൊല്ലാനിടയാക്കുന്നത്. പിന്നെ അതോടുകൂടി അത് കഴിഞ്ഞ് ജയിലിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അത് എന്താ പറയുക, ഒരാളുടെ മനസ്സിലൊക്കെ ഉണ്ടാവുന്ന വല്ലാത്തൊരു വിഭ്രാന്തിയാണ് ആ സിനിമയുടെ കഥ. ലോഹി ഒരു ചുമ്മാതൊന്നും ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കില്ല. ആ കഥാപാത്രത്തെ ഉണ്ടാക്കണമെങ്കിൽ ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തപസ് തന്നെ ഉണ്ടാവും. ഒരു നിസ്സാര ഒരാളുടെ ഒരു ക്യാരക്ടറിൻ്റെ പേരിടുന്നത് തന്നെ ലോഹി വളരെ വളരെ ആലോചിച്ച്, എന്നുവെച്ചാൽ ലോഹി അത്രമാത്രം അതിന് പെയിൻ എടുക്കുമെന്നർത്ഥം. ലോഹി തിരക്കഥ എഴുതുന്ന സമയങ്ങളിൽ എനിക്ക് മാത്രം
ആ മുറിയിലിരിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഷൊർണൂർ ടി വിയിൽ എഴുതുമ്പോഴോ വേറെ എവിടെയെങ്കിലോ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ആ മുറിയിൽ തന്നെയാണ് ഞാൻ കിടക്കുക. പക്ഷേ ഞാൻ ഒരു സജഷൻ പറയാനോ ഒന്നിനും ഞാൻ മാറിയിരിക്കുക. അദ്ദേഹം വീഡിയോ വലിക്കുന്ന കാണാം, ഇരുന്ന് എഴുതുന്നതാണ്. ആ എഴുതുന്ന സമയങ്ങളിൽ ലോഹി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ലോഹി ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ലോഹി ആ സീൻ അഭിനയിച്ച് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആ ഒരു സമയത്ത് ലോഹി അല്ലാതായിട്ട് മാറുകയാണ്, ലോഹി ആ കഥാപാത്രമായിട്ട് മാറുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ കാണാൻ നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടാൻ ഇനി എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. ലോഹി മലയാള സിനിമയുടെ ഒരു പുണ്യം തന്നെയായിരുന്നു.